ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോണി. എല്ലാവർക്കും 7 ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ടെറസിലൊക്കെ ഒരു കോവൽത്തണ്ട് നട്ടു വളർത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് വർഷം മുഴുവനും നമുക്ക് എങ്ങനെയാണ് വിളവെടുക്കാൻ പറ്റുക, എന്തൊക്കെ ചെയ്തു കൊടുത്താലാണ് അതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ വിളവ് ലഭിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തേത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കോവൽ കൃഷി ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കോവലിൻ്റെ ഒരു നല്ല തണ്ടാണ് കേട്ടോ. ഒരുപാട് വണ്ണമുള്ളതും അതുപോലെ ഒരുപാട് മൂത്ത് പോയ തണ്ടൊന്നും നമുക്ക് ആവശ്യമില്ല. പെൻസിൽ വണ്ണത്തിലുള്ള ഒരു തണ്ട്, അത് ഇതുപോലെ മുട്ടുകൾ വരുന്ന തണ്ട് വേണം കേട്ടോ. 3-4 മുട്ടുകളൊക്കെ ഇതുപോലെ വരുന്ന തണ്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. പെൻസിൽ വണ്ണത്തിലുള്ള കമ്പ് എടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടാനും അതുപോലെ അത് നല്ല കരുത്തോടു കൂടി വളർന്ന് കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതുപോലുള്ളൊരു തണ്ട്, അത് നല്ല ഇനം കോവലിൻ്റെ തണ്ട് വേണം കേട്ടോ നമ്മൾ എടുക്കാനായിട്ട്. കാരണം നന്നായി കായ്ക്കുന്ന കോവലിൻ്റെ തണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്കധികം വളം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും അതിൽ നിന്ന് നമുക്ക് നന്നായി വിളവ് ലഭിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കോവൽ നടാനായിട്ടുള്ള ഒരു സ്ഥലം ഒരുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ഞാൻ ടെറസിൽ നടുന്നത് കൊണ്ട് തന്നെ ഇതൊരു മണ്ണൊക്കെ നന്നായിട്ട് കുമ്മായിട്ട് നമ്മൾ ഒരാഴ്ച മുന്നൊക്കെ വെച്ചിട്ടുള്ളതാണ്. ആദ്യം ഒരാഴ്ച കുമ്മായിട്ട് വെച്ചതിന് ശേഷമാണ് പിന്നീട് ഇതിലേക്ക് വളങ്ങളൊക്കെ ചാണകപ്പൊടി, എല്ലുപൊടി, അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഞാൻ മൂടിയിട്ടിരുന്നതാണ് കേട്ടോ. നല്ല മഴയായതുകൊണ്ട് തന്നെ ഇതിൽ ഇടയ്ക്കൊക്കെ ഓരോ കളകളൊക്കെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. കോവൽ നടാൻ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം അത് ടെറസിലൊക്കെ ആണെങ്കിൽ, മണ്ണിലാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അത് നമ്മൾ ടെറസിലൊക്കെ നടുന്ന സമയത്ത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രത്തിൽ വേണം കേട്ടോ കോവൽ നടാനായിട്ട്. കാരണം അത് കൂടുതൽ കാലം നിലനിൽക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ വേരുകളൊക്കെ ഒരുപാട് ആഴത്തിലേക്കല്ല വളരുന്നത്. കോവലിൻ്റെ പടർന്ന് വളരുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് വേണം നമ്മൾ നട്ടു കൊടുക്കാനായിട്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡ്രമ്മിൻ്റെ ഏറ്റവും അടിഭാഗം കട്ട് ചെയ്തിട്ടുള്ളതാണ്. നന്നായി മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളിത് മുന്നേ മണ്ണൊരുക്കി വെച്ചിരുന്നതാണ് കേട്ടോ. ഇതിലേക്കാണ് നമ്മൾ കോവൽത്തണ്ട് നട്ടു കൊടുക്കുന്നത്. കോവൽത്തണ്ട് നമുക്ക് 2 രീതിയിലും നടാം. കോവൽത്തണ്ടൊക്കെ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ തണ്ടായിട്ട് വാങ്ങിക്കൊണ്ട് വരികയാണെങ്കിൽ അത് ചിലപ്പോൾ മുകൾ ഭാഗം ഏതാണ് അടിഭാഗം ഏതാണെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമുക്ക് ഈ കോവൽത്തണ്ടിനെ ഒന്ന് വളച്ച് നിർത്തി ഇതുപോലെ പോലെ വളച്ച് നിർത്തിയതിന് ശേഷം നമുക്കിത് മണ്ണിലേക്ക് താത്തി വെച്ച് നട്ടു കൊടുക്കാം. അങ്ങനെ നട്ടു കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ചുവടുഭാഗം അറിഞ്ഞില്ലെങ്കിലും ഇതുപോലെ കാണുന്ന ആ മൊട്ടുഭാഗം അവിടെ നിന്ന് നമുക്ക് ഓരോ മൊട്ടിൽ നിന്നും തളിർപ്പുകൾ വരും. അങ്ങനെ തളിർപ്പുകൾ വന്നതിന് ശേഷം നമുക്കിത് പതുക്കെ പറിച്ചെടുത്തിട്ട് നമുക്ക് വേര് വന്ന ഭാഗം മാത്രം അടിയിലേക്കാക്കി നമുക്ക് നട്ടു കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ചുവട് ഭാഗമൊക്കെ അറിയാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ആ ഭാഗം നേരിട്ട് മണ്ണിലേക്ക് വെച്ച് കൊടുക്കാം. അതിനായിട്ട് ഈ മണ്ണൊന്ന് ഇളക്കിയ ശേഷം ഇതിൻ്റെ 2 മുട്ടുകളെങ്കിലും ഈ മുട്ടുഭാഗം ഇത് അടിയിൽ പോകുന്ന വിധത്തിൽ വെച്ച് വേണം കേട്ടോ നമ്മൾ മണ്ണിട്ട് മൂടി. അടിയിൽ പോകുന്ന വിധത്തിൽ വെച്ചതിന് ശേഷം നമുക്ക് മണ്ണിട്ട് മൂടി കൊടുക്കാം. ഇങ്ങനെയാകുമ്പോൾ ഈ ഒരു നോഡും വേണമെങ്കിൽ മാത്രം നമുക്ക് ഇതും വെച്ച് കൊടുക്കാം. 2 നോഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും ഇവിടെ നിന്നും നമുക്ക് നല്ല പോലെ വേര് പിടിച്ച് കിട്ടും. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ വളർന്നു വരാനായിട്ടും സഹായിക്കും. ഇങ്ങനെ വെച്ച ശേഷം നമുക്ക് ഇനി ഈ 2 ഭാഗവും ഇത് നന്നായിട്ടൊന്ന് മൂടി കൊടുക്കണം കേട്ടോ. പിന്നെ കോവൽ നടുന്നത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം നടാൻ. അങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇതിൽ നിന്ന് വിളവും ലഭിക്കും. ഇങ്ങനെ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഈ 3 നോഡിൽ നിന്നും നമുക്ക്
പുതിയ തളിർപ്പുകൾ ഉണ്ടാവുന്നതാണ്. തളിർപ്പുകൾ ഉണ്ടായ ശേഷം നമ്മൾ പെട്ടെന്നൊന്നും ഒരു 2 മാസത്തേക്കൊന്നും വളം കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഇതിലേക്ക് നല്ല പോലെ വളം ചേർത്ത് മിക്സ് ചെയ്ത് ഇട്ടിരിക്കുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ 2 മാസത്തിന് ശേഷമൊക്കെ നമ്മൾ ഇതിൽ വളം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കോവൽ പടർന്നു തുടങ്ങിയാൽ നമ്മൾ ഇതിന് എന്തെങ്കിലും കമ്പുകളോ അല്ലെങ്കിൽ ഒരു കമ്പിയോ ഒക്കെ വെച്ച് കയറ്റി കൊടുക്കേണ്ടതാണ്. കോവൽ വളർത്താനായിട്ട് നല്ലൊരു പന്തൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ. അത്യാവശ്യം കൂടുതൽ കാലം നിലനിൽക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ബലത്തിൽ നിൽക്കുന്ന ഒരു പന്തൽ വേണം തയ്യാറാക്കി കൊടുക്കാനായിട്ട്. ഇത് നന്നായി പടർന്നു വളർന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്ന അത്ര കായ്ഫലം ലഭിക്കുകയുള്ളൂ. മഴയുള്ള സമയങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് പ്രത്യേകിച്ച് നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കോവലിൻ്റെ തുടക്കത്തെ വളർച്ചയിൽ നമുക്ക് പച്ചച്ചാണകം നേർപ്പിച്ച് അതിൻ്റെ തെളി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ കോവൽ നന്നായിട്ട് വളരാനായിട്ട് ഉപകരിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഇതിൻ്റെ തടത്തിൽ നിലത്തൊക്കെ നടുന്നതാണെങ്കിൽ അതിൻ്റെ തടത്തിൽ നമുക്ക് ശീമക്കൊന്നയുടെ ഇലയൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതൊക്കെ മണ്ണിലേക്ക് നല്ല രീതിയിൽ തന്നെ അഴുകി വളമായി കിട്ടും. അങ്ങനെ വരുമ്പോൾ കോവലും നല്ല രീതിയിൽ നമുക്ക് വളർന്നു കിട്ടുന്നതാണ്. പന്തലിലേക്ക് കയറി കോവൽ കായ്ച്ചു തുടങ്ങിയാൽ നമുക്ക് ഇതിന് ചുവട്ടിൽ വളം കൊടുത്തു തുടങ്ങാം. കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂടി ചേർത്ത് നമുക്ക് മാസത്തിൽ 2 തവണ വീതം ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ചുവട്ടിൽ ചാണകപ്പൊടി, നന്നായി ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ പച്ചക്കറി വേസ്റ്റാക്കി നമുക്കത് വളമാക്കിയിട്ടും നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ വീട്ടിൽ വരുന്ന കഞ്ഞിവെള്ളം, അത് കോവലിന് നല്ലൊരു വളമാണ്. അത് നന്നായി പുളിപ്പിച്ച ശേഷം നമുക്ക് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കോവൽ നല്ല രീതിയിൽ കായ്ക്കുന്നതാണ്. അതുപോലെ കോവലിൽ നിന്ന് നമുക്ക് കൂടുതൽ വിളവ് ലഭിക്കാൻ വേണ്ടി കോവലിൻ്റെ തണ്ട് ഇതുപോലെയൊക്കെ വരുന്ന സമയത്ത്, അതായത് കൂമ്പൊക്കെ ഇങ്ങനെ നിന്ന് പോകുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് പതുക്കെ ഇതുപോലെ നുള്ളി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് പുതിയ തളിർപ്പുകൾ വരും. ആ വരുന്ന തളിർപ്പുകളിലൊക്കെ നമുക്ക് പൂക്കളുണ്ടാവുകയും കായ്കൾ അതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ വരുന്ന തളിർപ്പുകളിൽ നിന്ന് പുതിയ പൂക്കൾ ഉണ്ടാവുകയും അതിൽ നിന്ന് കായ്കൾ ലഭിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കോവലിൽ ഇങ്ങനെ കേടുവരുന്ന ഇലകളും അതുപോലെ ഉണങ്ങിയ ഇലകളൊക്കെ, ഇതൊന്നും ഞാൻ ഇപ്പോൾ ചെയ്യാറില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ മാറ്റി കൊടുക്കുകയാണെങ്കിൽ കോവൽ നല്ല വൃത്തിയിൽ നിൽക്കുവാനും അതുപോലെ തന്നെ നന്നായിട്ട് കായ് പിടിക്കുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ തന്നെ ഒരു കോവൽ തണ്ട് വളർത്തുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് വർഷം മുഴുവനും നമ്മുടെ വീട്ടിലേക്ക് കറിക്ക് ആവശ്യമായ കോവയ്ക്ക ലഭിക്കുന്നതാണ്. ഇനി ഞാൻ ഈ കോവയ്ക്ക വിളവെടുത്ത് കാണിക്കാം കേട്ടോ നിങ്ങളെ. ഇതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെ കോവയ്ക്ക എല്ലാ ദിവസവും വിളവെടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ വിളവെടുത്തത് ഇത്രയും കോവയ്ക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇതിൽ ധാരാളം കോവയ്ക്ക വിളവെടുക്കാനായിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.